ഫലാധികാരം ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ഉദാരതയാണ്. ഫലത്തിലൊരുവനുള്ള അധികാരം വേണ്ട എന്നവൻ വയ്ക്കുന്നത് ഉദാര മനസ്ഥിതി കൊണ്ടാണ്. അതുകൊണ്ട് ഫലം ഉണ്ടാകാതെ വരില്ല. ഒരു കർമ്മത്തിനും ഫലം ഇല്ലാതെ വരില്ല, അതുണ്ടാവുക തന്നെ ചെയ്യും. കർമ്മഫലത്തിലുള്ള താൽപ്പര്യം സത്കർമ്മങ്ങളിൽ വൈയക്തികമായി വെടിയാനും സകല ജീവജാലങ്ങൾക്കും അതിന്മേൽ അധികാരമുണ്ടാക്കാനും എളുപ്പമാണ്. സർവാധികാരമേർപ്പെടുത്തി സ്വകർമ്മഫലാധികാരത്തെ ഉപേക്ഷിക്കാൻ കഴിയും. എന്നാൽ അസത്കർമാധികാരം ത്യജിച്ച് അതിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അതിനു വേണ്ടി ഒരു പുതിയ സമ്പ്രദായം തന്നെ വേണ്ടിവരും. കർമ്മമുൽപ്പന്നമായോ അതിൽ നിന്നുണ്ടാകുന്ന ബീജം ഫലം നഷ്ടപ്പെടില്ല. അതുകൊണ്ട് എത്ര കൊല്ലം, 2 കൊല്ലം, 4 കൊല്ലം, 2 ജന്മം, 4 ജന്മം, അങ്ങനെ ഒന്നും കണക്കാക്കാനാവില്ല. ശതകോടി കൽപ്പം കഴിഞ്ഞാലും ഫലം തന്നു മാത്രമേ അവസാനിക്കൂ. അതും വേറെ ഏതെങ്കിലും വ്യക്തിക്ക് അല്ല, കർത്താവിനു തന്നെ ഫലവും ലഭിക്കും. അങ്ങനെയെങ്കിൽ അധികാരം എങ്ങനെ ത്യജിക്കും? അമൃതാത്മാക്കളെ, നമ്മൾ ഭഗവത്ഗീതയിലെ, അതും മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗമാണ് പറഞ്ഞു വന്നിരുന്നത്. സാഖ്യയോഗത്തിലെ സാഖ്യ സന്ദർഭം ഏതാണ്ട് പറഞ്ഞു തീർന്നിട്ട് അതിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്, യോഗ സന്ദർഭത്തിലേക്ക്. എന്താണ് കർമ്മയോഗം? ആയതിൻ്റെ സ്വരൂപമെന്താണ്? കർമ്മത്തെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുന്ന ഭഗവത്ഗീത, കർമ്മത്തെയും കർമ്മയോഗത്തെയും വ്യതിരിക്തമായി കാണുന്ന ഭഗവത്ഗീത സ്പഷ്ടതയാ വിശദീകരിക്കുകയാണ്. എന്താണ് കർമ്മയോഗം? എന്താണ് അതിൻ്റെ സ്വരൂപം? ഏത് രീതിയിലാണ് കർമ്മയോഗം ശ്രേഷ്ഠമായിരിക്കുന്നത്? ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടുന്ന ഭഗവത്ഗീത വളരെ വസ്തുനിഷ്ഠമായി കർമ്മയോഗം എന്തെന്നും അതിൻ്റെ സ്വരൂപമെന്തെന്നും അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുകയാണ്. 2-ാം അധ്യായം സാഖ്യയോഗം 48-ാം ശ്ലോകമാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, സംഗം ത്യക്ത്വാ ധനഞ്ജയ സംഗം ത്യക്ത്വാ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമഃ ഭൂത്വാ യോഗസ്ഥഃ കർമാണി കുരു. സമത്വം യോഗഃ ഉച്യത്തെ. യോഗഃ സമത്വമുച്യത്തെ. സമത, പതറായിക, ഇഷ്ടാനിഷ്ടങ്ങളിൽ ലാഭാലാഭങ്ങളിൽ സമഭാവനയുണ്ടാകുന്നതിനെയാണ് യോഗമെന്ന് പറയപ്പെടുന്നത്. അർജുന, സമത്വമാണ് യോഗം.
യോഗം സമത്വമായതുകൊണ്ട് യോഗനിഷ്ഠനായി കർമ്മങ്ങളെ നീ ചെയ്താലും യോഗനിഷ്ഠനായിട്ട് കർമ്മങ്ങളെ ചെയ്യുക. എങ്ങനെയാണ് യോഗനിഷ്ഠനാവുക? സിദ്ധി അസിദ്ധ്യോ ഫലം സിദ്ധിച്ചാലും സിദ്ധിച്ചില്ലെങ്കിലും ഫലസിദ്ധിയിലും അസിദ്ധിയിലും സമനായിട്ട് വികാരമില്ലാത്തവനായിട്ട് സമത വെടിയാത്തവനായിട്ട് ഹേ അർജുന നീ കർമ്മത്തെ ചെയ്താലും. ധനഞ്ജയൻ എന്നതിവിടെ സ്വാഭിപ്രായ വിശേഷണമാണ്. ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, നീ സിദ്ധിയിലും അസിദ്ധിയിലും സമനായി തീർന്നിട്ട് നീ നിൻ്റെ കർമ്മങ്ങളെ ചെയ്താലും നിർവികാരനായി ചെയ്താലും വികാരങ്ങളൊന്നുമില്ലാത്തവനായി നിർവികാരനായി ചെയ്താലും അങ്ങനെ ചെയ്യുന്നതാണ് സമത്വമാണ് യോഗം. ഇവിടെ സമത്വത്തെയാണ് യോഗമെന്ന് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. മുൻ ശ്ലോകത്തിൽ 4 സൂത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ കർമ്മത്തിൽ തന്നെയാണ് അധികാരം. ഒന്നാമത്തെ സൂത്രം അതായിരുന്നു. കർമ്മത്തിലാണ് നിൻ്റെ അധികാരം. രണ്ടാമത്തെ സൂത്രത്തിൽ കർമ്മണി ഏവ തേ അധികാരഃ എന്ന ഒന്നാമത്തെ സൂത്രം കഴിഞ്ഞാൽ മാ ഫലേഷു കദാചന, ഫലത്തിൽ നിനക്ക് അധികാരമില്ല. ഫലത്തിൽ അധികാരമില്ല, കർമ്മത്തിൽ അധികാരമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഭഗവാൻ പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് മുൻ ശ്ലോകത്തിലെ സൂത്രങ്ങളിൽ ഒന്നാമത്തെ സൂത്രത്തിൽ കർമ്മത്തിൽ തന്നെയാണ് നിൻ്റെ അധികാരം എന്ന് വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ജ്ഞാനനിഷ്ഠയിലില്ല എന്ന് സ്പഷ്ടമായി. സ്പഷ്ടാർത്ഥകമാണ് കാര്യം. ഫലത്തിൽ നിനക്ക് അധികാരമരുത്. രണ്ടാം സൂത്രം അതാണ്. ഇതിൻ്റെയും അർത്ഥം സ്പഷ്ടമാണ്. അകർമ്മത്തിൽ സംഗമരുത്. അത് മൂന്നാമത്തെ സൂത്രമാണ്. അതും സ്പഷ്ടാർത്ഥമാണ്. എന്നാൽ കർമ്മഫലഹേതു ആകരുത്. നാലാമത്തെ സൂത്രം കർമ്മഫലത്തിന് നീ ഹേതു ആകരുത് എന്ന് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. കർമ്മഫലത്തിൽ നീ ഒരിക്കലും ഹേതു ആകരുത്, കർമ്മഫലത്തിന് കാരണമാവരുത്. അത് അസ്പഷ്ടമാണ്. ബാക്കി 3 സൂത്രങ്ങളും പ്രസ്പഷ്ടമാണ്. കർമ്മഫലഹേതു ആകരുത് എന്നതിൻ്റെ സമ്പ്രദായം എന്താണ്? ഏത് സമ്പ്രദായത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? ഈ പ്രശ്നം അപ്പോഴുണ്ടാകുന്നു. കർമ്മഫലഹേതു ആകരുത് എന്നതിലെ സാമ്പ്രദായിക ചിന്ത വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കരുതേണ്ടത്? ഫലാധികാരം ഉപേക്ഷിച്ചാൽ, ഫലത്തിലുള്ള നിൻ്റെ അധികാരം ഉപേക്ഷിച്ചാൽ കർമ്മഫലഹേതു ആവില്ല. എന്നാൽ അങ്ങനെയല്ല. ഫലാധികാരം ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ഉദാരതയാണ്. ഫലത്തിലൊരുവനുള്ള അധികാരം വേണ്ട എന്നവൻ വയ്ക്കുന്നത് ഉദാര മനസ്ഥിതി കൊണ്ടാണ്. അതുകൊണ്ട് ഫലം ഉണ്ടാകാതെ വരില്ല. ഒരു കർമ്മത്തിനും ഫലം ഇല്ലാതെ വരില്ല, അതുണ്ടാവുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം, സൽക്കർമ്മ ഫലാധികാരം ഉപേക്ഷിച്ച് അതിന്മേൽ സർവാധികാരം ഏർപ്പെടുത്തുന്നു. സൽക്കർമ്മങ്ങളിൽ
അതിന്മേലുള്ള ഫലത്തിൻ്റെ അധികാരം ഉപേക്ഷിച്ചിട്ട് സർവ അധികാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിന്മേൽ അധികാരമുണ്ടാക്കുന്നു. എന്നാൽ അസത്കർമാധികാരം ത്യജിച്ച് അതിനെ വളർത്താൻ ആഗ്രഹിച്ചാൽ നടപ്പില്ല. അതിനുവേണ്ടി പുതിയൊരു സമ്പ്രദായം നാം തേടേണ്ടി വരും. അപ്പോൾ സത്കർമ്മവും അസത്കർമ്മവും രണ്ട് തരത്തിലാണ് കർമ്മങ്ങൾ. കർമ്മഫലത്തിലുള്ള താൽപ്പര്യം സത്കർമ്മങ്ങളിൽ വൈയക്തികമായി വെടിയാനും സകല ജീവജാലങ്ങൾക്കും അതിന്മേൽ അധികാരമുണ്ടാക്കാനും എളുപ്പമാണ്. സർവാധികാരമേർപ്പെടുത്തി സ്വകർമ്മഫലാധികാരത്തെ ഉപേക്ഷിക്കാൻ കഴിയും. എന്നാൽ അസത്കർമാധികാരം ത്യജിച്ച് അതിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരു പുതിയ സമ്പ്രദായം തന്നെ വേണ്ടി വരും. ഈ അർത്ഥത്തിൽ ഇവിടെ ഭഗവാൻ സാമാന്യ രൂപത്തിൽ കർമ്മം ചെയ്യുന്നതിനുള്ള സമ്പ്രദായം പറയുന്നു. യോഗസ്ഥ എന്നിങ്ങനെ. യോഗസ്ഥ കുരു കർമാണി, അല്ലയോ അർജുന, നീ യോഗസ്ഥിതനായി കർമ്മം ചെയ്യുക. ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യം നോക്കുന്നത് ഉചിതമാണ്. യോഗസ്ഥഃ സൻ കുരു കർമാണി കേവലമീശ്വരാർപ്പണാർത്ഥം. ആചാര്യ ഭഗവാൻ ഭംഗ്യന്തരേണ പറഞ്ഞിരിക്കുന്നു. യോഗസ്ഥഃ സൻ കുരു കർമാണി കേവലമീശ്വരാർപ്പണാർത്ഥം. അതിനർത്ഥം യോഗസ്ഥനായിട്ട് കേവലം ഈശ്വരാർത്ഥം കർമ്മം ചെയ്യുക. ഈശ്വരാർപ്പണ ബുദ്ധ്യാ കർമ്മം ചെയ്യുക. ഇവിടെ ഈശ്വരാർത്ഥം ഈ അംശം ഏത് അഭിപ്രായം കൊണ്ടുവന്നു? എന്തുകൊണ്ടെന്നാൽ ഇവിടെ പ്രകരണത്തിൽ സമർപ്പണത്തിൻ്റെ ചർച്ചയൊന്നുമില്ല. യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ എന്നതിൽ സമർപ്പണത്തിൻ്റെ ചർച്ചയൊന്നുമില്ല. ഇതിനുത്തരം കർമ്മഫലഹേതുർ മാ ഭൂഹു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കർമ്മഫലത്തിന് നീ ഹേതുവാകരുത്. അതിൻ്റെ നിർവഹണം ഈ അംശത്തിൻ്റെ പൂർത്തിക്ക് അനുപേക്ഷണീയമാണ്. കർമ്മം ചെയ്താൽ ഫലം അവശ്യം ഭാവിയാണ്. നേരത്തെ അധികാരം ഉപേക്ഷിക്കാൻ പറഞ്ഞു. അതെങ്ങനെ ഉപേക്ഷിക്കും? ഇത്രയും പറയുന്നതിൽ നിന്ന് എനിക്ക് കർമ്മത്തിൻ്റെ ഫലം വേണ്ട. ലൗകിക കർമ്മം ദൃഷ്ടാന്ത മാത്രമാണ്. മാവ് വച്ചു പിടിപ്പിച്ചിട്ട് ഫലാധികാരം ഉപേക്ഷിച്ചാൽ വ്യക്തിയിൽ നിന്ന് ഫലത്തിലുണ്ട അധികാരം സർവാർത്ഥകമായി തീരും. എന്നാൽ അദൃഷ്ടാർത്ഥകമാവില്ല. അദൃഷ്ടാർത്ഥകർമ്മം ഇത്രയും പറയുന്നത് കൊണ്ട് മാത്രം മറ്റുള്ളവർക്കാവില്ല. എന്ത് ചെയ്യുന്നു അതനുഭവിക്കണം. നാ ഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരഭി. ഇത് ദർശനമാണ്. നാ ഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരഭി. കർമ്മബീജം ഗോതമ്പിൻ്റെയും കടലയുടെയും ഒക്കെ ബീജം പോലെ കേടുവന്നു പോവില്ല. എത്ര കാലം കഴിഞ്ഞാലും കൽപ്പകോടി കോടിക്കൽപ്പങ്ങൾ കഴിഞ്ഞാൽ പോലും അവ സമാപ്തമാവില്ല. കർമ്മമുൽപ്പന്നമായോ
അതിൽ നിന്നുണ്ടാകുന്ന ബീജം ഫലം നഷ്ടപ്പെടില്ല. അതുകൊണ്ട് എത്ര കൊല്ലം, 2 കൊല്ലം, 4 കൊല്ലം, 2 ജന്മം, 4 ജന്മം, അങ്ങനെ ഒന്നും കണക്കാക്കാനാവില്ല. ശതകോടി കൽപ്പം കഴിഞ്ഞാലും ഫലം തന്നു മാത്രമേ അവസാനിക്കൂ. അതും വേറെ ഏതെങ്കിലും വ്യക്തിക്ക് അല്ല, കർത്താവിനു തന്നെ ഫലവും ലഭിക്കും. അങ്ങനെയെങ്കിൽ അധികാരം എങ്ങനെ ത്യജിക്കും? കർത്താവിനു തന്നെയാണ് ഫലം ലഭിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ത്യജിക്കുന്നത്? അത് കേവലം പാപഫലം മാത്രമല്ല, പുണ്യഫലവും ലഭിക്കും. അങ്ങനെയെങ്കിൽ അധികാരം എങ്ങനെ ത്യജിക്കും? കർമ്മഫലത്തിൻ്റെ കാരണത്തിൻ്റെ ഹേതുതയുടെ നിവർത്തനം എങ്ങനെ? ഫലഹേതു ആകാതെ എങ്ങനെ ഇരിക്കും? ഇതിനുള്ള ഉത്തരം ഇവിടെ നൽകുന്നു. ഫലഹേതുത വരാതിരിക്കുന്നതിനുള്ള ഉത്തരമാണ് യോഗസ്ഥ കുരു കർമാണി എന്നിങ്ങനെ. സമത്വം യോഗ ഉച്യതേ എന്നതിൻ്റെ അഗ്രിമ വ്യാഖ്യാനം തന്നെയാണ് അത്. എന്നാൽ യോഗത്തിന് സമാധിയെന്നും ഇവിടെ അർത്ഥമുണ്ട്. ഉഭയാർത്ഥം ഇവിടെ യോഗശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. 2 അർത്ഥത്തിലും യോഗശബ്ദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. സമാഹിത ചിത്തനായിട്ട്, ചിത്തത്തെ സമാഹിതമാക്കിയിട്ട് കർമ്മത്തെ ചെയ്യുക. സമാഹിതത ഏതംശത്തിലാണ്? കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിനെത്ര സമാഹിത ചിത്തത ആവശ്യമാണ്, അത്രയും അർത്ഥം പ്രാപ്തമാണ്. അതുകൊണ്ടിവിടെ ഈശ്വര സമർപ്പണാർത്ഥം സമാഹിത ചിത്തത അഭിപ്രേതമാണ്. സമാഹിത ചിത്തനായിട്ട് ഈശ്വരാർത്ഥം കർമ്മം ചെയ്യണം. അതായത് കർമ്മം ചെയ്തുകൊണ്ട് സമാധാനത്തോടൊപ്പം സമാധാന ചിത്തത്തോടൊപ്പം സമാഹിതത്വവും പുലർത്തണം. സമാഹിത ചിത്തനായി വേണം കർമ്മത്തെ ചെയ്യാൻ. ഈശ്വരനായി കർമ്മഫലത്തെ സമർപ്പിച്ച് ചെയ്യുക. ഈശ്വരാർത്ഥം കർമ്മം ചെയ്യുക. ഈശ്വരന് നമ്മുടെ കർമ്മത്തിൻ്റെ ആവശ്യമെന്താണ്? നമ്മൾ ഈശ്വരാർത്ഥം കർമ്മം ചെയ്യുന്നതിന് പുറപ്പെടുക. അത് ഈശ്വരൻ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ? നമ്മുടെ കർമ്മത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ ഈശ്വരൻ? ഈശ്വരാർത്ഥമെന്നാൽ ഈശ്വര അർപ്പണാർത്ഥം എന്നാണ് അർത്ഥം. ഈശ്വരാർപ്പണാർത്ഥമാകട്ടെ അത് ഈശ്വരന് ആവശ്യമെങ്കിൽ അപ്പോൾ ഈശ്വരന് സമർപ്പിക്കുക. ബ്രാഹ്മണന് ആവശ്യമെങ്കിൽ ബ്രാഹ്മണാർത്ഥം വസ്തുവിനെ ഗ്രഹിക്കുക. ഇനിയും വസ്തുവിനെ ഗ്രഹിക്കുന്നില്ലെങ്കിൽ അർപ്പണം തന്നെയും ഉണ്ടാകുന്നില്ല. ഏതൊന്നിൽ അർപ്പിക്കുമ്പോഴും അതൊരാവശ്യം പ്രതിയാണ്. വസ്തുവിനെ ഗ്രഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അർപ്പണമുണ്ടാവുക? അതുപോലെ ഈശ്വരന് ആവശ്യമുണ്ടെങ്കിൽ ഈശ്വരാർപ്പണമായി. അർപ്പിച്ച വസ്തുവിനെ ഈശ്വരൻ ഗ്രഹിക്കുകയും ചെയ്യും. ആവശ്യമില്ലെങ്കിൽ ഗ്രഹിക്കില്ലേ? ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈശ്വരന് സമർപ്പിച്ച് കഴിഞ്ഞ് ഈശ്വരൻ നിങ്ങളുടെ കർമ്മത്തെ ഗ്രഹിക്കുന്നില്ലെങ്കിൽ, സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ സമർപ്പണം എങ്ങനെ? ഒരു വസ്തു ഒരാൾക്ക് സമർപ്പിച്ചാൽ അയാളത് സ്വീകരിക്കുന്നുണ്ടാവണം. സ്വീകരിക്കുന്നില്ലെങ്കിൽ സമർപ്പണം എങ്ങനെ? ദാനം
അഥവാ അർപ്പണത്തിൻ്റെ അർത്ഥം സ്വത്വനിവൃത്തി, തൻ്റെ സ്വത്വത്തിൻ്റെ നിവൃത്തി. പരസ്വത്വ ആപാദനം ദാനം. സ്വന്തം സ്വത്വത്തെ നിവർത്തിച്ച് പരൻ്റെ സ്വത്വത്തെ ചേർക്കുന്നത് ആപാദനം. വസ്തുവിൽ നിന്ന് തൻ്റെ അധികാരം നിവർത്തിക്കുക, എന്നിട്ട് പരൻ്റെ അധികാരത്തെ സമർപ്പിക്കുക. രണ്ടുമുണ്ടാകുമ്പോഴാണ് അർപ്പണം, അല്ലെങ്കിൽ ദാനം. അർപ്പണവും ദാനവും ഉണ്ടാകുന്നത് തന്നെ ആ വസ്തുവിൽ നിന്ന് നിവർത്തിക്കുമ്പോഴാണ്. എപ്പോൾ വരെ ഗ്രഹണം തന്നെ ഉണ്ടായില്ല എങ്കിൽ പരസ്വത്വാപാദനം നിശ്ചയമായും ഉണ്ടാവില്ല. ഇതിൻ്റെ ഉത്തരം ഈശ്വരന് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൻ്റെ ആവശ്യകതയുണ്ടോ? ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ ഈശ്വരന് ആവശ്യകതയുണ്ടോ? ഈ കാണായ പ്രജകളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി തീരുമ്പോൾ ആ കർമ്മങ്ങൾ ഈശ്വരന് ഉപയുക്തമാകുന്നുണ്ടോ? ഈശ്വരൻ അവ ആവശ്യമുണ്ടോ? ഇതാണ് പ്രസക്തമായ ഭാഗം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ബ്രഹ്മസൂത്രത്തിൽ പൂർവപക്ഷത്ത് കാണാം, പരമേശ്വരൻ സൃഷ്ടിരചനയെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ചിലരെ സുഖികളായും ചിലരെ ദുഃഖികളായും സൃഷ്ടിച്ചു? ലോകാരംഭം മുതൽ ഇന്നുവരെ നീതിമാനായ, സർവജ്ഞനായ, സർവശക്തനായ, സർവേശ്വരനായ, സർവവ്യാപിയായ ഈശ്വരനെക്കുറിച്ച് മതങ്ങളെല്ലാം നമ്മെ വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിക്കുമ്പോൾ ശക്തമായൊരു ചോദ്യം മാനവഹൃദന്തത്തിലുണ്ടാകുന്നത്, എന്തുകൊണ്ട് ചിലർ സുഖികളായും ചിലർ ദുഃഖികളായും തീരുന്നു? സുഖദുഃഖങ്ങളുടെ ഈ തലം, ചിലർ ധനവാന്മാരും ദരിദ്രരായും തീരുന്നു. ചിലർക്ക് രോഗങ്ങളും ചിലർക്ക് ആരോഗ്യവും ഉണ്ടാകും. ചിലർക്ക് ചില കാലങ്ങളിൽ ദുഃഖവും ചില കാലങ്ങളിൽ സുഖവും ഉണ്ടാകുന്നു. ചില കാലങ്ങളിൽ രോഗവും ചില കാലങ്ങളിൽ ആരോഗ്യവും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് വളരെ വളരെ വിചിത്രങ്ങളായ അനേക ചിന്തകൾ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. എന്ന് തന്നെയല്ല, പലപ്പോഴും ഈശ്വരൻ്റെ സർവജ്ഞത്വത്തെയും സർവശക്തിത്വത്തെയും ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് ബ്രഹ്മസൂത്രത്തിൻ്റെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം എടുത്തു നോക്കേണ്ടതാണ്. ഏവം വിധങ്ങളായ ചിന്തകളെ വളരെ അടുക്കോടുകൂടി യുദ്ധക്കളത്തിൽ വെച്ച് അർജുനന് ഉപദേശിക്കുകയും അതിനെ മനോഹരമായി ക്രോഡീകരിച്ച് നമുക്ക് തരികയും ചെയ്ത വ്യാസമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.